യേശുവിനെ ക്രൂശിലെ ജയാലിനെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാലിനെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഓ സർവശക്തനായ കർത്താവേ, ജീവദാതാവായ കർത്താവേ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമേ, എല്ലാത്തിനുമേൽ അധികാരമുള്ളവനെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത്, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അഭിഷേകിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. വലിയ സന്തോഷത്തോടെ പ്രിയ മക്കളെ ചേർന്നുപാടി കരങ്ങളോഷത്തോടെ ആരാധിക്കാം. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. അധികാരമുള്ള കർത്താവേ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ചേർന്നുപാടി ആരാധിക്കും മക്കളെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ. ശക്തനായ ദൈവത്തിന് മുമ്പില്, അധികാരമുള്ളവന്റെ മുമ്പില്, ദിവ്യക്കാരുടെ ഈശോയുടെ മുമ്പില്, ഓ കർത്താവേ, ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. കർത്താവേ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവിലേക്ക് ഉയർത്തി. എല്ലാ മക്കളും വലിയ സന്തോഷത്തോടെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ, നന്ദി പറയട്ടെ. ഓ എല്ലാം മറന്ന് ആരാധിക്കാം. ശക്തനായ ദൈവം, അധികാരമുള്ള ദൈവം.
എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ എല്ലാം മറന്ന് ആരാധിക്കുക, സ്തുതിക്കട്ടെ. ജീവനോടെ സ്തുതിക്കുന്ന കർത്താവേ, എല്ലാം സമർപ്പിച്ച നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, കൂടെ വസിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ മധ്യേ എഴുത്തിൽ വന്നിരിക്കുന്നതിനെ ഓർത്ത്, ശക്തി പ്രകടമാക്കുന്നതിനെ ഓർത്ത് സ്വയേ ആരാധന ആരാധന, സ്വയ ആരാധന ആരാധന, സ്വയേ എല്ലാ മക്കളും എല്ലാം മറന്ന് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. യേശുവേ പറയുന്നു, എല്ലാം സമർപ്പിക്കുന്നു. ആരാധന ആരാധന, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. സ്തുതിച്ച് ആരാധിക്കും മക്കളെ. നല്ല കർത്താവിനെ, എല്ലാത്തിനും ഉന്നതനായ കർത്താവിനെ, എല്ലാത്തിനും അധികാരമുള്ള കർത്താവിനെ, നമ്മുടെ മേല്, ലോകം മുഴുവന്റെ മേല് അധികാരമുള്ള സർവശക്തനായ കർത്താവിനെ സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന, നന്ദി നന്ദി നന്ദി, സ്തുതി 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 സ്തുതി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ആരാധന ആരാധന ആരാധന, ശിവേ നന്ദി നന്ദി നന്ദി, സ്തുതി 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 സ്തുതി, മഹത്വം 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 മഹത്വം. ശക്തി ശക്തി ഒഴുകുന്നതിനെ ഓർത്ത് കൃപ 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 കൃപ, അഭിഷേകം അഭിഷേകം. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കള് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് അങ്ങയിൽ സന്തോഷിച്ചുകൊണ്ട്, അങ്ങയിൽ ആനന്ദിച്ചുകൊണ്ട് ഈ ആരാധനയില് അങ്ങയോട് കൂടെ അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് സ്വയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കാരണം അങ്ങ് ഉന്നതനായ കർത്താവാണ്, അങ്ങ് സർവശക്തനായ ദൈവമാണ്, അങ്ങ് എല്ലാറ്റിന്റെ മേൽ അധികാരമുള്ളവനാണ്. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്നത് എത്രയോ വലിയ സന്തോഷം. ദാവീദ് പറഞ്ഞില്ലേ കർത്താവേ, അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളെക്കാൾ കർത്താവിന്റെ അങ്കണത്തിൽ, കർത്താവിന്റെ കൂടെ ഒരു ദിവസം എത്രയോ അഭികാമ്യം. കർത്താവേ, വലിയ സന്തോഷത്തോടെയാണ് അങ്ങയുടെ മക്കള് ഈ ആരാധനയില് ആയിരിക്കുന്നത്. 55 ദിവസം അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച്, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹം, ഈ ദിവസങ്ങളില് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപകള്, സ്വയേ അതെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസങ്ങൾ അങ്ങയുടെ മക്കൾ അങ്ങയോട് കൂടെ ആയിരിക്കുന്നത്. അല്ല കർത്താവേ, ആ നന്ദി പറയാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളില് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഏറെയാണ്. ആ അനുഗ്രഹങ്ങളെ ഓർത്ത്
നന്ദി പറയുമ്പോൾ അതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. കർത്താവ് നൽകിയ പുണ്യദിനങ്ങള്, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങള്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം അതിനുമുമ്പ് നമ്മൾ കാണുന്നുണ്ട്. ഈശോ 72 പേരെ അയച്ചു. അവര് പോയിട്ട് ശക്തമായിട്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. അതിനുശേഷം അവർ തിരിച്ചു വരികയാണ്. 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സന്തോഷത്തോടെ അവർ തിരിച്ചു വന്നു. അതേ കർത്താവേ, വലിയൊരു അഭിഷേകത്തില് ഈ 55 ദിവസങ്ങള് അങ്ങ് ഞങ്ങളെ നയിച്ചു, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തി, വലിയ കൃപകൾ കൊണ്ട് നിറച്ചു. അങ്ങയുടെ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് സന്തോഷത്തോടെ അങ്ങയുടെ മക്കൾ ഇപ്പോൾ അങ്ങയുടെ കൂടി ആയിരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ, കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ മക്കളെ, നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം, കൃപകളെ ഓർത്ത് മഹത്വപ്പെടുത്താം. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മം ധൈര്യത്താൽ ശക്തമാക്കി. ദേശത്തിൽ വീണുഴലുവൻ ജീവനെ അവിടുന്ന് പാലിക്കുന്നു. എന്റെ വിളി അവൻ സ്വീകരിച്ചു, എന്നാത്മം ധൈര്യത്താൽ ശക്തമാക്കി. ദേശത്തിൽ വീണുഴലുവൻ ജീവനെ അവിടുന്ന് പാലിക്കുന്നു. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. നിറഞ്ഞ മനസ്സാൽ നാഥാ, നിറഞ്ഞ വിളിയാൽ നാഥാ, നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. നിറഞ്ഞ മനസ്സാൽ നാഥാ, സന്തോഷത്തോടെ, നിറഞ്ഞ വിളിയാൽ, വലിയ സ്നേഹത്തോടെ നന്ദി ചൊല്ലിടുന്നു ഞാൻ, നന്ദി ചൊല്ലിടുന്നു ഞാൻ. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അവിടുത്തെ നാമം മഹനീയം. അങ്ങേ കാരുണ്യം ഞാൻ ഓർക്കുന്നു, അതേ കർത്താവേ, അവിടുത്തെ നാമം മഹനീയം. കരങ്ങൾ വീശി സന്തോഷത്തോടെ മലാക്കന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് സകല മക്കളും ആരാധിക്കുന്നു. ആമേൻ. ആരാധന, ആരാധന, പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത്, അങ്ങ് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത്, അങ്ങയുടെ ശക്തി പ്രകടമാക്കുന്നതിനെ ഓർത്ത് നന്ദി, നന്ദി, നന്ദി. ആരാധന, 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 മഹത്വം, മഹത്വം, മഹത്വം. നന്ദി, 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 നന്ദി. ആരാധന, ആരാധന, ആരാധന. എന്റെ പ്രിയ മക്കളെ, നന്ദി പറഞ്ഞ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും ശക്തിയും ഈശോ തന്റെ മക്കൾക്ക് നൽകുകയാണ്. നമുക്കറിയാം, ഈ 55 ദിവസങ്ങള് കർത്താവിന്റെ ഹൃദയത്തെ തൊട്ട് അനുഭവിക്കാൻ, ആ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഈശോ നമ്മെ അനുവദിച്ചു. സ്വർഗത്തിന്റെ നിലവിളി നമ്മൾ കേട്ടു, സ്വർഗത്തിന്റെ കണ്ണീര് നമ്മൾ സ്പർശിച്ചറിഞ്ഞു, പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹം നമ്മൾ അനുഭവിച്ചു. അമ്മയുടെ കണ്ണുനീര്, രക്തക്കണ്ണീര് നമ്മൾ കണ്ടു. ഒത്തിരിയേറെ കൃപകൾ കൊണ്ട് സ്വർഗം നമ്മെ നിറച്ച പുണ്യദിനങ്ങളാണ്. ഈശോയെ, ഈ വലിയ അഭിഷേകത്തില്, ഈ വലിയ കൃപയുടെ നിറവില് അങ്ങ് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക്
നന്ദി പറയണം. പ്രിയമക്കളെ, ഈശോ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് തന്റെ സാന്നിധ്യം, നമ്മുടെ കൂടെ വസിക്കുന്ന സാന്നിധ്യം ഈ 55 ദിവസങ്ങൾ നമുക്ക് ഉറപ്പിച്ച് അനുഭവവേദ്യമാക്കി തന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികള്, ഒത്തിരിയേറെ പ്രതികൂലങ്ങള്, ഒത്തിരിയേറെ ശത്രുക്കള്, ഒത്തിരിയേറെ പൈശാചിക പീഡകള് നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തില് പ്രിയ മക്കളെ, ഈശോ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന സത്യം ഈശോ നമുക്ക് ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്നു. നമുക്കതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. പ്രിയമക്കളെ, നമ്മൾ ഇന്ന് നേരിടുന്ന മഹാമാരി, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികള്, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കള്, രോഗപീഠകള്, ഒത്തിരിയേറെ ആധിപത്യങ്ങള്, അടിമത്തങ്ങള്, ലോകത്തിന്റെ, ജഡത്തിന്റെ, പിശാചിന്റെ വലിയ ശത്രുതകള്, ഇതെല്ലാം ഉള്ളപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നൽകിയ വലിയ ഉറപ്പാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ആ വലിയ ഉറപ്പ് നൽകി തന്റെ സാന്നിധ്യം കർത്താവ് നമുക്ക് ഉറപ്പിച്ചു നൽകി. ഈ 55 ദിവസങ്ങൾ കർത്താവിന്റെ സജീവ സാന്നിധ്യം ഉറപ്പ് നൽകിക്കൊണ്ട് കർത്താവ് നമ്മോട് സംസാരിച്ചു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു. കർത്താവ് തന്റെ ശക്തി നമ്മിൽ പ്രകടമാക്കി. റോമ 9:17 കർത്താവ് പറഞ്ഞില്ലേ, എന്റെ നാമം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാനും എന്റെ ശക്തി നിന്നിൽ പ്രകടമാക്കാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ആ ശക്തി കർത്താവ് നമ്മിൽ പ്രകടമാക്കുകയായിരുന്നു. ഞാൻ ഓർക്കാം, അനേക മക്കള് പറഞ്ഞു, ഈശോയെ ഈ ദിവസങ്ങളെ ഓർത്ത് ഒത്തിരിയേറെ ദൈവത്തിലേ ഈശോയെ അങ്ങയിലേക്ക് അടുക്കുവാൻ, അങ്ങയുടെ ശക്തി അനുഭവിക്കുവാൻ, അങ്ങയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാൻ അങ്ങ് കൂടെയുണ്ടെന്ന് ഉറപ്പ് ലഭിച്ചു. അനേക മക്കൾ സാക്ഷ്യപ്പെടുത്തി. നല്ല തമ്പുരാനെ, അതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ അതേ അനുഭവത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുകയായിരുന്നു. ആ ഒരു കൂടെയുള്ള വാസത്തിന്റെ ശക്തി ഞങ്ങൾക്ക് അങ്ങ് ഉറപ്പിച്ചു തന്നു. അങ്ങ് കൂടെയുള്ളപ്പോൾ എല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾക്ക് അങ്ങ് അനുഭവവേദ്യമാക്കി തന്നു. കർത്താവേ, അവിടുത്തെ വലിയ ശക്തി അനുഭവിക്കുവാൻ, അവിടുത്തെ കൃപകൾ സ്വന്തമാക്കുവാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, അത് അനുഭവ വേദ്യമാക്കി തന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ വഞ്ചിയില് കർത്താവെ, ആ ശിഷ്യന്മാര് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അങ്ങ് എഴുന്നേറ്റ് കടലിനെ ശാസിച്ചതുപോലെ, കാറ്റിനെ അടക്കിയതുപോലെ ഈ 55 ദിവസം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില് അങ്ങ് എഴുന്നേറ്റ് ഇടപെട്ട് കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി, വലിയ ശാന്തതയില് സമാധാനത്തില് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കൂടെയുണ്ടെന്നുള്ള ആ വലിയ അനുഭവം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിനോർത്ത്, ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനോർത്ത്, ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ മക്കളെ, ഇരു കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി ആ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തില്, കുടുംബത്തില്, ഓരോ പ്രവർത്തനത്തില്, ഓരോ മേഖലയില് സാന്നിധ്യം ഉറപ്പിച്ച യേശുവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്ന കർത്താവേ, കൂടെ വസിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത്, ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത്, ജീവൻ നൽകുന്നതിനെ ഓർത്ത്, നയിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനെ ഓർത്ത് യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. ആരാധന, ആരാധന. നന്ദിയോടെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയ്ക്കർപ്പിടുവിൻ. എല്ലാ മക്കളും ചേർന്ന് പാടട്ടെ. വാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ,
ഈശേ നന്ദിയോടെ യേശുവേ അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് അങ്ങയുടെ ഇടപെടലിനെ ഓർത്ത് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ആരാധന സ്തുതി സ്തുതി സ്വർഗത്തോട് ചേർന്ന് സ്വർഗീയരോട് ചേർന്ന് പ്രിയ മക്കളെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ആർപ്പുവിളിയോടെ യേശുവേ ജീവിക്കുന്ന കർത്താവേ, കൂടെ വസിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി ശക്തീകരിക്കുന്ന കർത്താവേ, കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ സൃഷ്ടാവായ അങ്ങ്, ഞങ്ങളുടെ രക്ഷകനായ അങ്ങ്, ഞങ്ങളുടെ ജീവനായ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കാന്നുള്ളത്. അത് ഞങ്ങൾക്ക് അങ്ങ് ഈ 55 ദിവസങ്ങളിലൂടെ അനുഭവവേദ്യമാക്കി തന്നു. അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നിങ്ങൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ കർത്താവെ അതിലേക്ക് ഞങ്ങളെ അങ്ങ് ആനയിച്ചു. സങ്കീർത്തനം 34 അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവേൻ. ഈശോയെ, ആ ഭാഗ്യമാ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ 55 ദിവസം അങ്ങയെ രുചിച്ചറിയാൻ, അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയാൻ ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങയെ തന്നെ നൽകിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്കിടയാക്കി തന്നല്ലോ യേശുവേ, നന്ദി. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന്റെ സ്നേഹത്തിന്റെ പാരമ്യം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ഈശോയെ, അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ, അത് തന്നെ എത്രയോ വലിയ കരുത്താണ് ഞങ്ങൾക്ക്. പക്ഷെ കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് അടുക്കണം, ഞങ്ങൾ അങ്ങയോട് ഐക്യപ്പെടണം. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ ഒരുക്കി. ഈ ദിവസങ്ങള് ഒത്തിരിയേറെ സന്ദേശങ്ങള് അങ്ങ് ഞങ്ങൾക്ക് നൽകി, ഒത്തിരിയേറെ ബോധ്യങ്ങള് അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, ഉറപ്പിച്ചു തന്നു. മാത്രമല്ല, ഞങ്ങൾ എങ്ങോട്ട് പോകേണ്ടവരാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഞങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, ഞങ്ങൾ സ്വർഗത്തിന്റെ മക്കളാ. ആ വലിയ തിരിച്ചറിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകി. കർത്താവേ, വലിയ ബോധ്യങ്ങളിലൂടെ ഞങ്ങളുടെ ശരീരം എന്താണെന്നതിനെ കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ അങ്ങയുടെ ആലയങ്ങളാ, അങ്ങ് വസിക്കുന്ന അങ്ങയുടെ സ്വന്തമാ. ഞങ്ങൾ നശിക്കാൻ അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ജീവൻ തരാനാ അങ്ങ് വന്നത്. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തു, അങ്ങ് ഞങ്ങളുടെ ശാപങ്ങൾ നീക്കി, അങ്ങ് ഞങ്ങളുടെ മേലുള്ള ആധിപത്യങ്ങളെ, പൈശാചിക ശക്തികളെ, സാത്താന്റെ അവകാശങ്ങളെ അവസാനിപ്പിച്ചു. കർത്താവേ, ഇതൊക്കെ ഞങ്ങൾക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങൾ ആരാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. മാത്രമല്ല, ഞങ്ങള് ഈ ലോകത്തിന്റെ അല്ല. ഞങ്ങൾക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ സംസാരിച്ച ഒത്തിരിയേറെ സന്ദേശങ്ങളിലൂടെ ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിന്റെ മക്കളാ, സ്വർഗത്തിൽ പോകേണ്ട മക്കളാ. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കേണ്ടതെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, ഞങ്ങളുടെ മഹനീയമായ സ്ഥാനം, സ്വർഗത്തിന്റെ അവകാശം ഞങ്ങൾക്കുണ്ടെന്നുള്ള സത്യം അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഇതിൽ പരം എന്താണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടത്? ഈ ലോകത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും, തകർച്ച വന്നാലും, രോഗം വന്നാലും, ഇവിടെ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട. അതൊരു ഭയങ്കര സ്വാതന്ത്ര്യ കർത്താവേ.
ആ സ്വാതന്ത്ര്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അങ്ങ് വന്നത്. അത് ഞങ്ങൾക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെ കർത്താവെ, രക്തസാക്ഷികളുടെ ആ വലിയ മനസ്സ്, അവർക്ക് ലഭിച്ച അഭിഷേകം, അതാണല്ലോ കർത്താവെ ഈ 55 ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ഓടിപ്പായരുത്, ഈ ജഡത്തിന് സുഖത്തിന് വേണ്ടി ഓടി നടക്കരുത്, ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കരുത്, സമ്പത്തിന് വേണ്ടി ഓടി നടക്കരുത്. പിന്നെയോ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കണം, സ്വർഗത്തിനു വേണ്ടി യുദ്ധം ചെയ്യണം, സ്വർഗത്തിനു വേണ്ടി അങ്ങയോട് ചേർന്ന് ജീവിക്കണം. ഈശോയെ, ഈ വലിയ ബോധ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയ മക്കളെ, നമ്മുടെ ഉന്നതമായ സ്ഥാനം, നമ്മുടെ ശരീരം ദൈവാലയം, സ്വർഗത്തിൽ പോകേണ്ട ശരീരം മാത്രമല്ല, ഇവിടെ എന്തൊക്കെ വന്നാലും ഒന്നും നമ്മെ നശിപ്പിക്കത്തില്ല. ലോകം, പാപം, ജഡം, പിശാച് ഒന്നും നമ്മെ കീഴടക്കത്തില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, യേശുവിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ചുകൊണ്ട് വീണ്ടും കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയതിനെ ഓർത്ത് യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാലയങ്ങളായ ഞങ്ങളുടെ ശരീരത്തെ ഓർത്ത് സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്ത് വിളിച്ചതിനെ ഓർത്ത് നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ സ്വന്തമായ ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ അതിലേക്ക് ഉറപ്പിച്ചതിനെ ഓർത്ത്, ആനയിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. നല്ലവൻ യേശു, നല്ലവൻ യേശു, വല്ലവൻ. ആനന്ദത്തോട് ആരാധിക്കാം, ആമോദത്തോട് പാടാം. ആനന്ദത്തോട് ആരാധിക്കാം, അങ്ങ് വസിക്കുന്ന ശരീരത്തെ ഓർത്ത് അങ്ങയുടെ ആലയമാക്കി ഞങ്ങളെ മാറ്റിയതിനെ ഓർത്ത് ശത്രുവിൻ കോട്ടകളെ ജയിച്ചിടുവിൻ, ധൈര്യമായി സൈന്യങ്ങൾ ഉയർത്തിടുവിൻ, വിജയക്കൊടി ഉയരങ്ങളിൽ. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു നല്ലവൻ, യേശു വല്ലവൻ. ലക്ഷ്യങ്ങളിൽ ശ്രേഷ്ഠരേ, സ്തുതികളിൽ യോഗ്യരേ, ലക്ഷ്യങ്ങളിൽ ശ്രേഷ്ഠരേ, സ്തുതികളിൽ യോഗ്യരേ. തീയിൽ കൂടെ ഞാൻ നടന്നിടുമ്പോൾ മറക്കില്ല ഞാൻ ഒരു നാളും. തീയിൽ കൂടെ ഞാൻ നടന്നിടുമ്പോൾ മറക്കില്ല ഞാൻ ഒരു നാളും. നല്ല നാഥനേ യേശുവേ, എന്നെ വഴി നടത്തൂ. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശു നല്ലവൻ, യേശു വല്ലവൻ. ആനന്ദത്തോട് ആരാധിക്കാം, ആമോദത്തോട് പാടാം. ആനന്ദത്തോട് ആരാധിക്കാം, ആമോദത്തോട് പാടാം. തകർത്തിടുവിൻ ശത്രുവിൻ കോട്ടകളെ ജയിച്ചിടുവിൻ, ധൈര്യമായി സൈന്യങ്ങൾ ഉയർത്തിടുവിൻ, വിജയക്കൊടി ഉയരങ്ങളിൽ. യേശുവേ, യേശു നല്ലവൻ, യേശു വല്ലവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ജീവനേ സ്നേഹമേശുവേ. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ആരാണെന്നും അങ്ങ് ഞങ്ങൾക്ക് സ്വന്തമാണെന്നും അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരം, ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങയുടെ സ്വന്തമായ കരുത്തോടെ അങ്ങയുടെ മക്കളെ ഭൂമിയിൽ ജീവിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ഈ ജീവിതയാത്രയില് ഞങ്ങളെ നശിപ്പിക്കുന്ന, ഞങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ അങ്ങ് ഞങ്ങൾക്ക് ഈ 55 ദിവസങ്ങളിലൂടെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ലോകം, ജഡം, പിശാച്. എഫെസോസ്കാർക്ക് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് അങ്ങ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ശത്രു ആരാണ്? മാംസം രക്തം അല്ല, പിന്നെയോ പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങളുടെ യുദ്ധം എന്ന് ഈശോയെ അങ്ങ് ഞങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അങ്ങയുടെ മക്കൾ ഒരു യുദ്ധം ചെയ്യേണ്ടതുണ്ടെന്നുള്ള സത്യം അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഈ മേഖലയില് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങള് ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. അമ്മയിലൂടെ സ്വർഗത്തിന് നിലവിളി അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, സഭയെ നശിപ്പിക്കാൻ, ഈ ലോകത്തെ നശിപ്പിക്കാൻ ഇന്ന് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്ന പിശാചിന്റെ കുടില തന്ത്രങ്ങളെ, അവന്റെ പ്രവർത്തന രീതികളെ, അവന് പ്രവർത്തിക്കുന്ന വഴികളെ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കർത്താവേ. ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ട മക്കളാ. പൗലോസിനെ പറഞ്ഞില്ലേ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ആർക്കെതിരെ? എന്തിനെതിരെ? അവന്റെ പ്രവർത്തനം, അവന്റെ പ്രവർത്തന രീതികൾ ഈശോയെ ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, അങ്ങ് വന്നത് ഈ അടിമത്തത്തിൽ കുടുങ്ങിപ്പോയ മക്കളെ മോചിപ്പിക്കാനാണ്. അങ്ങ് വന്നത് കെട്ടുകൾ അഴിക്കാനാണ്. അങ്ങ് വന്നത് ബന്ധനങ്ങളെ തകർക്കാനാണ്. അങ്ങയുടെ രക്ഷാകര പദ്ധതികളിലേക്ക് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചു. കർത്താവേ, ഒത്തിരിയേറെ കൃപകൾ നിറച്ച് അങ്ങയുടെ ശക്തിയിലേക്ക്, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ബോധ്യം നൽകി, ഞങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്യണം. ഓരോ ദിവസവും കർത്താവേ, ഓരോരോ മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ കർത്താവേ, ആ മേഖലകളെ കുറിച്ചുള്ള വലിയ ബോധ്യങ്ങള് അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. മക്കളെ, ഈ ശപിക്കപ്പെട്ട മണ്ണില്, ഈ ജഡമായി പോയ ശരീരത്തില്, ഈ സാത്താന്റെ ശക്തിവലയത്തിൽ പെട്ടുപോയ ലോകത്തില് മക്കളെ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണം, ദിവ്യകാരുടെ നാഥ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചങ്കു കുത്തി തുറന്നു. അടയ്ക്കാത്ത വാതില് ദിവ്യകാരുണ്യത്തില് ഹൃദയം തുറന്നു പിടിച്ച് ഒരിക്കലും അടയാത്ത വാതിലാണ് മക്കളെ എന്റെ ഹൃദയം. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണത്തില് നിങ്ങൾ വസിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വലിയ ബോധ്യം നൽകി. മാത്രമല്ല, ഹൃദയം തുറന്ന് പിടിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ ദിവസങ്ങളിൽ അങ്ങ് ചേർത്ത് പിടിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ ദിവസങ്ങള്. ഓരോ മേഖലകളെ കുറിച്ചും ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവിടെയുള്ള അപകടങ്ങള്, നാശങ്ങൾ സൃഷ്ടിക്കുന്ന പിശാച്, അവന്റെ പ്രവർത്തനങ്ങള് അതെല്ലാം വെളിപ്പെടുത്തി തന്നിട്ട് ഈശോ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് സുരക്ഷിതമായ ഇടം എന്റെ ഹൃദയമാണ്. ദിവ്യകാരുണ്യ ഈശോ ജോബ് 1:10 ദൈവമായ കർത്താവ് സാത്താനോട് പറയുന്നുണ്ട്, എന്റെ ദാസൻ ജോബിനെ പോലെ നീതിമാനായി ആരെങ്കിലും ഉണ്ടോടാ ഭൂമുഖത്ത്? അതിനുത്തരമായി സാത്താൻ പറയുന്നുണ്ട്, നീ അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. യേശുവേ,
വേലി കെട്ടി സംരക്ഷണം ജോബിന് നൽകിയതുപോലെ ഈ കാലഘട്ടത്തില് സാത്താന് കയറി നശിപ്പിക്കാൻ പറ്റാത്ത വിധം അങ്ങയുടെ ഹൃദയം കുത്തി തുറന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് അങ്ങ് പറഞ്ഞ പോലെ ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് സംരക്ഷണം നൽകി. അതിനാൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ, റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ് ദിസ് ലൈഫ്. ഈ ജീവിതം നമുക്ക് സന്തോഷിക്കാം, ഈ ജീവിതം നമുക്ക് ആനന്ദിക്കാം, ഈ ജീവിതം നമുക്ക് ആഘോഷിക്കാം. കാരണം നമ്മൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഈശോയെ ഇതിൽ പരം എന്ത് അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടത്? ഈ പാപികളും ബലഹീനരും ദുർബലരും ഇതുപോലെ പൈശാചികമായ ആക്രമണങ്ങൾക്ക് വിധേയപ്പെടാൻ അവസ്ഥയിൽ ജീവിക്കുന്ന മക്കള്, ശപിക്കപ്പെട്ട മണ്ണില് ജീവിക്കുന്ന ഞങ്ങള്, ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങള് ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ പല മേഖലകളെ കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. അവിടെയൊന്നും ഭയപ്പെടാതെ സുരക്ഷിതമായ അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റവും സുരക്ഷിതമായി വസിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. നല്ല തമ്പുരാനെ, ആ വലിയ സംരക്ഷണത്തില് ചേർന്ന് നിൽക്കാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ കുടുംബങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ മക്കളെ വിളിച്ചു. കടന്നു വന്ന മക്കളെ ഒക്കെ അങ്ങ് ചേർത്ത് പിടിച്ചു. പിടക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് പിടിക്കുന്ന പോലെ അങ്ങയുടെ വിളി കേട്ട് ഈ 55 ദിവസങ്ങൾ വചനത്തിനനുസരിച്ച് മാനസാന്തരപ്പെട്ട് അങ്ങയിലേക്ക് വന്ന മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങ് ചേർത്ത് പിടിച്ചു. അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില്, അങ്ങയുടെ ചിറകിന്റെ കീഴില് ആ വലിയ സംരക്ഷണം ഈശോയെ ഞങ്ങൾ അനുഭവിച്ചു. ആ വലിയ കാരുണ്യം ഞങ്ങൾ അനുഭവിച്ചു. ആ വലിയ സ്നേഹത്തിന്റെ പൊതിഞ്ഞു പിടിക്കൽ ഞങ്ങൾ അനുഭവിച്ചു. ആ തിരുഹൃദയത്തിന്റെ സ്നേഹവാത്സല്യം ഞങ്ങൾ അനുഭവിച്ചു ഈ 55 ദിവസങ്ങളില്. കർത്താവേ, ആ സ്നേഹത്തെ ഓർത്ത്, ആ സംരക്ഷണത്തെ ഓർത്ത്, അങ്ങയുടെ വലിയ പൊതിഞ്ഞു പിടിച്ചുള്ള വലിയ കാത്തു സൂക്ഷിക്കലിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ അങ്ങയോട് ചേർത്ത് പിടിച്ച് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ എല്ലാ കാരണങ്ങളും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് യേശുവേ നന്ദി, 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 നന്ദി. സ്തുതിക്കാം മക്കളെ, ആരാധിച്ച് നന്ദി പറയാം മക്കളെ. നന്ദിയോടെ, ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ ആരാധിക്കാം. സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, ആ സ്നേഹത്തെ ഓർത്ത്, തിരുഹൃദയത്തെ ഓർത്ത്, തിരുരക്തത്തിൽ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ വീണ്ടും വീണ്ടും പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് ആരാധന, ആരാധന. നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പോകും. ആർത്തുപാടി ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഹല്ലേലൂയാ, 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 ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, ആരാധന. സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, കൃപകൾ ചൊരിയണമേ കർത്താവേ. അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ ആനന്ദം നിറയട്ടെ, അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയട്ടെ, അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം നിറയട്ടെ. വലിയ സന്തോഷം, വലിയ സ്നേഹം, വലിയ സമാധാനം, വലിയ സന്തോഷം നിറയട്ടെ നിറയട്ടെ. അങ്ങ് നൽകുന്ന സന്തോഷം, അങ്ങ് നൽകുന്ന ആനന്ദം, അങ്ങയിലുള്ള ആനന്ദം അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങൾ നിറയട്ടെ, അനുഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി നന്ദി. കർത്താവേ കർത്താവേ, ഈ 55 ദിവസങ്ങള് സ്വർഗത്തിന്റെ നിലവിളി ഞങ്ങൾ കേട്ടു. സ്വർഗത്തിന്റെ കണ്ണുനീര് ഞങ്ങൾ തൊട്ടറിഞ്ഞു. അങ്ങയുടെ മക്കൾ അങ്ങയെ വിട്ട് അകന്നു പോകുന്നത് കണ്ട് ചങ്ക് പിടഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന അങ്ങയുടെ കുരിശിലെ നിലവിളി ഞങ്ങൾ കേട്ടു. ഈശോയെ, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. പരിശുദ്ധ അമ്മയുടെ നിലവിളിച്ചുകൊണ്ടുള്ള വേദന. എന്റെ മകനെ നിങ്ങൾ തോൽപ്പിച്ചു, എന്റെ മകന്റെ പദ്ധതികൾക്ക് നിങ്ങൾ ഉത്തരം കൊടുത്തില്ല. സ്വർഗത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം എന്റെ മകൻ നിറവേറ്റി, എന്നാൽ നിങ്ങൾ എന്റെ മകനെ തോൽപ്പിച്ചു കളഞ്ഞു. മാതാവിന്റെ വലിയൊരു സങ്കടം നമ്മൾ കേട്ടു. ഈശോ ഭൂമിയിലേക്ക് വന്നത് തന്റെ മരണത്തിലൂടെ നമ്മെ രക്ഷിക്കാനാ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാ. എന്നാൽ ഈശോയുടെ മക്കള് തേടിയത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയായി പോയി. കാര്യസാധ്യത്തിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, ഈ ലോകത്തിലെ കാര്യസാധ്യതകൾക്ക് വേണ്ടി ഈശോയെ തേടി. എന്നാൽ ഈശോയെ തേടേണ്ടത് സ്വർഗത്തിനു വേണ്ടി, പാപമോചനം നേടാൻ വേണ്ടി, കുരിശിൽ മരിച്ച മരണത്തെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അതാർക്കും വേണ്ട. ദിവ്യകാരുണ്യ ഈശോയെ ആർക്കും വേണ്ട. ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ മതി. ഈശോയുടെ സ്വന്തമായി തീരാൻ ആഗ്രഹിക്കാത്ത മക്കള് അതിനുവേണ്ടി ഈശോയിൽ നിന്ന് അകന്ന് കുറച്ചു കഴിയുമ്പോ കുദാശ വിട്ട് ലോകത്തിന്റെ പിന്നാലെ, ജഡത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ, കുറച്ചും കൂടി കഴിയുമ്പോ ദൈവത്തെ പോലും വേണ്ടെന്ന് പറഞ്ഞ് നിരീശ്വരവാദത്തില്, യുക്തിവാദത്തിലൊക്കെ പെട്ടുപോയ മക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരയുന്ന സ്വർഗത്തിന്റെ നിലവിളി ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ആ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചു. ഈശോയെ, ദിവസങ്ങളില് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് അനേക മക്കളെ, സ്വർഗത്തിന്റെ നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്തുള്ള നിലവിളി കേൾക്കുവാൻ അങ്ങിടയാക്കിയല്ലോ. യേശുവേ, ഒത്തിരിയേറെ മക്കള് ഉപവാസത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, ഒത്തിരിയേറെ കണ്ണീരൊഴുക്കി ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങ് ഒരുക്കി. ഈ സമയം അനേക മക്കള് വലിയ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ കർത്താവേ, സ്വർഗത്തിന്റെ നിലവിളി കേട്ട് സ്വർഗത്തിന്റെ തിരുഹിതം മനസ്സിലാക്കി, അങ്ങയുടെ രക്ഷാകര പ്രവൃത്തികളെ മനസ്സിലാക്കി കർത്താവേ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വലിയ സൈന്യത്തെ തന്നെ ഒരുക്കി. അതിനുവേണ്ടി കർത്താവേ, ഈ ദിവസങ്ങളില് ഷക്കേന ചാലിനെ അങ്ങ് അഭിഷേകം ചെയ്തുയർത്തി. സന്തോഷ് സഹോദരനെയും ഈ ടീം അംഗങ്ങളെയും അങ്ങ് അഭിഷേകം ചെയ്തുയർത്തി. ലോകത്ത് നാനാഭാഗത്ത് അനേക ആയിരങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്തുയർത്തി. പ്രാശ്ചിത്തം ചെയ്ത്, ത്യാഗം ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങ് വലിയൊരു സൈന്യത്തെ സജ്ജമാക്കി. കർത്താവേ, അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് പ്രത്യേകമാവിധം നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വേദന, അങ്ങയുടെ കുരിശിലെ നിലവിളി, അങ്ങയുടെ മുറിവിന്റെ ആഴം, അങ്ങ് ചിന്തിയ രക്തത്തിന്റെ വില, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച മരണത്തിന്റെ വലിയ ശക്തി, അതിന്റെ ആവശ്യകത തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കി. കർത്താവേ, അങ്ങയുടെ സ്വപ്നം, അങ്ങയുടെ മക്കൾ ഈ ബലി സ്വന്തമാക്കി, ഈ മരണത്തെ സ്വന്തമാക്കി, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് അങ്ങയുടെ മരണത്താൽ
അങ്ങയുടെ കുരിശിന്റെ ശക്തിയാൽ, അങ്ങയുടെ പീഡാസഹന യോഗ്യതയാൽ രക്ഷ പ്രാപിക്കണമെന്നുള്ള തിരുഹിതം അങ്ങ് ഞങ്ങൾക്ക് ആഴത്തിൽ ബോധ്യപ്പെടുത്തി തന്നു. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ, ഈ ലോക സുഖഭോഗങ്ങൾക്ക് വേണ്ടി അങ്ങയെ തേടാതെ, സ്വർഗത്തിനു വേണ്ടി അങ്ങയെ തേടാൻ, അതിനുവേണ്ടി തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയോട് ചേർന്നിരിക്കാൻ, അങ്ങയുടേത് മാത്രമായി ജീവിക്കാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ ഉത്തേജിപ്പിച്ചു. അതിനുവേണ്ടി ഒരു വലിയ സമൂഹത്തെ അങ്ങ് ഈ ശുശ്രൂഷയിലൂടെ വേർതിരിച്ചു. കർത്താവേ, അതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ മക്കൾ വലിയ പ്രാശ്ചിത്തം ചെയ്ത്, വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, സഹനങ്ങൾ ഏറ്റെടുത്ത് അങ്ങയുടെ മുമ്പില് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളും പ്രാശ്ചിത്തങ്ങളും ത്യാഗപ്രവൃത്തികളും എല്ലാം സ്വീകരിച്ച് ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയ മക്കളെ, ഈ ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ സൈന്യത്തെ കർത്താവ് ഈ കാലഘട്ടത്തില് അഭിഷേകം ചെയ്ത് ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ വലിയ സമൂഹത്തോട് ചേർന്ന് നമ്മയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, വലിയ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാക്കളുടെ നാശത്തെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാൻ, ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, വലിയ സൈന്യത്തെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത്, ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത്, വേർതിരിച്ചതിനെ ഓർത്ത്, വിളിച്ചു മാറ്റിയതിനെ ഓർത്ത് നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അഭിഷേകം നിറയട്ടെ, വലിയ ശക്തി വ്യാപരിക്കട്ടെ. വലിയ ബോധ്യങ്ങൾ നൽകണമേ, ബോധ്യം ഉറപ്പിക്കണമേ, ബോധ്യങ്ങളിൽ ഉറപ്പിക്കണമേ, ബോധ്യങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. കർത്താവേ, സൽപിതാവേ, നന്ദിയോടങ്ങേ എല്ലാ മക്കളും ചേർന്ന് നന്ദിയോടെ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. എല്ലാ മക്കളും ചേർന്ന് വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ, വലിയ ആഘോഷത്തോടെ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ജീവിക്കുന്ന കർത്താവ്, കൂടെ വസിക്കുന്ന കർത്താവിനെ ഓർത്ത് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. ഈശോയേ, നന്ദി, നന്ദി. അഭിഷേകത്തെ ഓർത്ത്, വേർതിരിച്ച സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ത്യാഗം ചെയ്യാൻ, പ്രാർത്ഥിച്ചു ചെയ്താൽ അങ്ങ് അഭിഷേകം ചെയ്ത വലിയ സൈന്യത്തെ ഓർത്ത് നന്ദി, നന്ദി. ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശക്തിയും ബലവും എന്നേശുവേ. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. സന്തോഷത്തോടെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ. ദിവ്യകാരുണ്യീശോയെ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വലിയ സമൂഹത്തെ അങ്ങ് പ്രത്യേകമാം വിധം ഈ 55 ദിവസങ്ങളിലൂടെ അങ്ങ് അഭിഷേകം ചെയ്തു. കർത്താവ്, ഈ കാലഘട്ടത്തില് സഭയുടെ നാശം ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ മേഖലകളെ അങ്ങ് ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലൂടെയും വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മ കണ്ണുനീരോടെ മക്കളെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മേഖലകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നു. പൗരോഹിത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ, സഭയുടെ അഭിഷേകം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകൾ ബോധ്യപ്പെടുത്തി തന്നു. ഇത് മറ്റൊന്നിനും വേണ്ടിയില്ല, ഉപവാസത്തിലൂടെ പ്രായശ്ചിത്തത്തിലൂടെ ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിന്റെ ആവശ്യകത. കർത്താവേ, അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും സഭയെ കുറ്റം വിധിക്കുന്ന അവസ്ഥ, പൗരോഹിത്യത്തെ തള്ളിപ്പറയുന്ന അവസ്ഥ, അതിനെതിരെ അങ്ങയുടെ നാമത്തെ പോലും അവഹേളിച്ചുകൊണ്ട് സഭയിലെ പൗരോഹിത്യത്തെ, കൂദാശകളെ അവഹേളിക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ, എങ്ങനെ ക്രൈസ്തവമായ രീതിയിൽ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പ്രതികരിക്കാൻ, ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് ശത്രുവിനെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ലെന്ന് അനേക മക്കൾക്ക് അങ്ങ് ബോധ്യം നൽകിക്കൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ത്യാഗമേറ്റെടുക്കാനും കണ്ണീരോടെ പ്രാർത്ഥിക്കാനും ഒരു വലിയ സമൂഹത്തെ ഈശോയെ ഈ കാലഘട്ടത്തില് അങ്ങ് അഭിഷേകം ചെയ്തു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ അഭിഷിക്തര് പറഞ്ഞു, സന്യസ്തര് പറഞ്ഞു. ഈശോയെ, വലിയ സാക്ഷ്യം കേൾക്കാനിടയായി. ഈ 55 ദിവസങ്ങൾ ഒത്തിരിയേറെ ബോധ്യങ്ങളിലൂടെ പൗരോഹിത്യത്തെ, സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ പ്രവർത്തനങ്ങള്, അതിനടിമപ്പെട്ടു പോയ സഭയുടെ അവസ്ഥകള്, പൗരോഹിത്യത്തിൽ സംഭവിച്ചു പോയ ഒത്തിരിയേറെ വീഴ്ചകള്, ഇതെല്ലാം മനസ്സിലാക്കാൻ കർത്താവെ ഈ ദിവസങ്ങൾ അങ്ങിടയാക്കി. വളരെയേറെ ജാഗ്രതയോടെ, വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ പല അഭിഷിക്തരെയും പല സന്യസ്തരെയും സഭയിൽ നേതൃത്വം വഹിക്കുന്ന അനേക മക്കളെയും ഈശോയെ അങ്ങ് തിരിച്ചറിവ് നൽകി അഭിഷേകം ചെയ്തു. അനേക മക്കളെ സാക്ഷ്യപ്പെടുത്തി ഈശോയെ, അതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിനേക്കാളേറെ ഈശോയെ, അനേകം അങ്ങയുടെ മക്കള് ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ഇപ്പോൾ വലിയ പ്രാർത്ഥനയിലാണല്ലോ കർത്താവെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക മക്കള്, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, സന്യാസ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അഭിഷേകം നിറഞ്ഞ ദൈവവിളികൾക്ക് വേണ്ടി കണ്ണീരോടെ ത്യാഗമേറ്റെടുത്ത് ദത്തെടുത്ത് പ്രാർത്ഥി. ഒരു സഹോദരി പറയണ്, അച്ഛാ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തപ്പോ അനേകം അഭിഷിക്തരെ, സന്യസ്തരെയൊക്കെ ദത്തെടുത്ത് പ്രാർത്ഥിക്കാൻ വലിയ അഭിഷേകം കിട്ടി. കർത്താവെ, എത്രയോ അനുഗ്രഹങ്ങളാ ഈ ദിവസങ്ങൾ അങ്ങ് ചൊരിഞ്ഞത്. ഓരോ ദിവസവും ഓരോ മേഖലകളെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ, അനുഭവത്തിലൂടെ ഇപ്പോഴത്തെ ആനുകാലികമായ പ്രശ്നങ്ങള് ഒത്തിരിയേറെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ നയിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ സന്ദേശങ്ങളിലൂടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടത്, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട മേഖലകളെ കുറിച്ചൊക്കെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മക്കളെ പഠിപ്പിച്ചു.
സ്വയെ ആയിരക്കണക്കിന് മക്കളെ അങ്ങ് ഉണർത്തി. കർത്താവേ, ദാനിയേലിന്റെ ഹൃദയത്തെ അവിടുന്ന് ഉണർത്തി. സൂസനായെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത്, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവേ, ദാനിയേലിനെ അഭിഷേകം ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ മക്കളെ, അനേകം മക്കളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നശിച്ചു പോകുന്ന വിശ്വാസ മേഖലകളില്, പൗരോഹിത്യ മേഖലകളില്, സന്യാസ ജീവിതത്തില്, ക്രൈസ്തവ കുടുംബങ്ങളില് അനേകം നശിച്ചു പോകുന്ന യുവമക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകം മക്കളെ അവിടുന്ന് ഉയർത്തി, ഉണർത്തി. ഹൃദയങ്ങളില് ഒരു കനലെത്തി കത്തിച്ചു. അനേകം കെട്ടുപോകാൻ തുടങ്ങുന്ന അനേകം മക്കളെ അവിടുന്ന് വീണ്ടും ആളി കത്തിച്ചു. അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു തീ അനേകം മക്കളിൽ അങ്ങിടുക മാത്രമല്ല, അതിനെ ആളി കത്തിച്ചു. ഈശോയെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്താൽ നിറച്ച് ഈ 55 ദിവസത്തെ ശുശ്രൂഷകളിലൂടെ അങ്ങ് അനേകം മക്കളെ ഉണർത്തി. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന, അങ്ങയുടെ മക്കളുടെ കൂട്ടായ്മ, അങ്ങയുടെ മക്കളുടെ നിലവിളി, അങ്ങയുടെ മക്കളുടെ ഉപവാസം, പ്രാശ്ചിത്തം, ഒത്തിരിയേറെ ത്യാഗപ്രവർത്തികൾ അങ്ങയുടെ കുരിശോട് ചേർത്ത്, അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് സമർപ്പിക്കാൻ അങ്ങ് ഒരുക്കി. സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിനു വേണ്ടി, സന്യാസ ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അനേക മക്കളെ ഈ കാലഘട്ടത്തില് അഭിഷേകം ചെയ്തതിനോർത്ത് നന്ദി പറയുന്നു. മക്കളെ, ആ ഒരു ദൈവവിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൈവവിളിയോ, അത് ദൈവവിളിയോ മക്കളെ ത്യാഗം ചെയ്ത്, പ്രാശ്ചിത്തം ചെയ്ത്, ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റെടുത്ത്, നമ്മുടെ വേദനകളെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിനു വേണ്ടി, സന്യാസ ജീവിതത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ അവിടെ നമ്മെ അഭിഷേകിച്ചത് മാത്രമല്ല, നശിച്ചു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്രയോ മേഖലകള് കർത്താവ് വെളിപ്പെടുത്തി തന്നെ. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരിയേറെ പൈശാചികമായ പ്രവൃത്തികള്, അതിനുവേണ്ടി അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങള്, സിനിമകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒത്തിരിയേറെ കൂദാശകളെ അവഹേളിച്ച്, പൗരോഹിത്യത്തെ നശിപ്പിച്ച്, സഭയെ താറടിച്ച് കാണിച്ച് ചാനലുകളിലൊക്കെ വരുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം പിശാചിന്റെ ശക്തമായ പ്രവൃത്തികളാണെന്നും അതിനെതിരെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തില് കരങ്ങൾ ഉയർത്തി ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് ആ സാത്താനെ തകർക്കണമെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനേക മക്കളെ ഉയർത്തി. കർത്താവെ, ഈ തിരിച്ചറിവിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ ഈ കാലഘട്ടത്തില് അവിടുന്ന് വേർതിരിച്ച് അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മക്കളെ, ഇനി ഈ കാലഘട്ടത്തില് സാത്താനെ തകർക്കണം, സാത്താന്റെ ആധിപത്യങ്ങളെ തകർക്കണം, അവന്റെ പ്രവൃത്തികളെ തകർക്കണം. അവൻ ഒരിക്കലും സഭയെയോ, പൗരോഹിത്യത്തെയോ, കൂദാശകളെയോ, സന്യാസ ജീവിതത്തെയോ, നമ്മുടെ കുടുംബങ്ങളെയോ, നമ്മുടെ യുവമക്കളെയോ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെയോ, നമ്മുടെ കുഞ്ഞുമക്കളെയോ നശിപ്പിക്കാൻ പാടില്ലാത്ത വിധം അവിടുത്തെ ശക്തിയാല് അതിനെതിരെ യുദ്ധം ചെയ്യാൻ വലിയൊരു സമൂഹത്തെ കർത്താവിത ഉയർത്തിയിരിക്കുന്നു. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും ആ കൂട്ടായ്മയോട് ചേർന്ന് അതിലേക്കായിട്ട് നമ്മെ അഭിഷേകം ചെയ്ത, നമ്മെ ശക്തിപ്പെടുത്തിയ, നമ്മെ ബോധ്യപ്പെടുത്തിയ കർത്താവിന്റെ വലിയ കരുണയോർത്ത് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിക്കുന്നു യേശുവേ. ആരാധന, മഹത്വം, സ്തുതി. വലിയ അഭിഷേകം, വലിയ ശക്തി, സാത്താനെതിരെ പോരാടാൻ, ശത്രുവിന്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടാൻ ഞങ്ങളെ അഭിഷേകിച്ചതിനെ ഓർത്ത് നന്ദി. ഇരു കാര്യങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, വരുണോദയമേ, വരുവലയാടികളെ, ആടാം മതി മറന്നാടാം, നമുക്കിനി നാഥനെ വരവേൽക്കാം. വരുണോദയമേ, വരുവലയാടികളെ, പാടാം മതി മറന്നാടാം, നമുക്കിനി നാഥനെ വരവേൽക്കാം.
ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിൽ സന്തോഷിക്കാം. നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ ആരാധിച്ച് നന്ദിയോടെ ചേർന്ന് ഒരു കുളിരലയാ. പൂക്കളെ പൂങ്കിളികളെ പരരേശുവേ വാഴ്ത്തുവാൻ പൂക്കും കൈതകളൂരം ചേർന്ന് ഒരു കുളിരലയാ. ആദിയിലകിലം സൃഷ്ടിച്ചവനേ നന്ദി നന്ദി ആരാധന മഹത്വം മഹത്വം മഹത്വം. സഭകളെ ഓർത്ത് നന്ദി, കുട്ടികളെ ഓർത്ത് നന്ദി. ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നുള്ള സത്യം അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒത്തിരിയേറെ യുദ്ധം ചെയ്യണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ദിവസങ്ങൾ. കർത്താവ്, ഞങ്ങൾക്ക് അലസമായിട്ടിരിക്കാനായിട്ട് ഒരിക്കലും സമയമില്ല. അങ്ങയോട് കൂടെ അങ്ങയുടെ മക്കൾ ജീവിക്കണം. അതിന് വിരുദ്ധമായിട്ട് ഇന്ന് ന്യൂ ഏജ് മൂവ്മെന്റിലൂടെ ലോകത്തിന്റെ ഒത്തിരി സ്വാധീനങ്ങളിലൂടെ അങ്ങിൽ നകറ്റാൻ, അങ്ങയുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി മേഖലകളെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. പല പല സിനിമകള്, അങ്ങയുടെ നാമത്തെ പോലും അവഹേളിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവർത്തന രീതികളെ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അത് മറ്റൊന്നിനു വേണ്ടിയല്ല, ഞങ്ങൾ അറിയണം ഞങ്ങളുടെ ശത്രുവിനെതിരെ ഞങ്ങൾ എങ്ങനെ പോരാടണമെന്ന്. മാത്രമല്ല കർത്താവേ, ഇന്ന് സാത്താന്റെ പിടിയില് അമർന്നു പോയ ലോകത്തിന്റെ അവസ്ഥകളെ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. തീവ്രവാദത്തിന്റെ, ഗർഭചിത്രത്തിന്റെ, പരിശുദ്ധ അമ്മയുടെ ഒക്കെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ഞങ്ങൾ കേട്ടു. പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുന്ന, നിഷ്കളങ്ക രക്തം ചിന്തുന്ന, ജീവനുള്ള മക്കളെ കഴുത്തറുത്തും ശരീരം കീറിമുറിച്ചും കൊല്ലുന്ന അവസ്ഥകൾ. ഒരു നരബലി പോലെ, പിശാചിനർപ്പിക്കുന്ന നരബലി പോലെ മനുഷ്യ മക്കൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യം. ഈശോയെ, ഈ ദിവസങ്ങളൊക്കെയും അങ്ങയുടെ വലിയ കണ്ണുനീര്, അങ്ങയുടെ വേദന, അങ്ങയുടെ നൊമ്പരം അങ്ങയുടെ മക്കളുടെ പാപത്തിന്റെ മേഖലകളിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവേ, ജഡിക പാപത്തിൽ വീണു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പിശാചിനെ പിടിയിലമർന്ന് നശിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകത്തിന്റെയും പല പല കൂട്ടുകെട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിക്കടിമപ്പെട്ടു പോയ മക്കള്, ലഹരിയുടെയും കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മ്ലേച്ഛതകളുടെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകുന്ന അനേകം മക്കളുടെ നാശത്തെയൊക്കെ ഞങ്ങൾക്ക് അങ്ങ് കാണിച്ചു തന്നു. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. എല്ലാവരും ഇവരെ ശപിക്കുന്നു, പ്രാകുന്നു. അവിടെയൊക്കെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തന്നു. അതിലേക്ക് പോകാതിരിക്കാൻ അനേക മക്കളെ അങ്ങ് ഉണർത്തി. പോയ മക്കൾക്ക് വേണ്ടി
പ്രാർത്ഥനയിലൂടെ ആ മക്കളെ വീണ്ടെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കി. ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങളുടെ വേദനകള് കുരിശോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അത് അനേകം ആത്മാക്കൾക്ക് രക്ഷയായി മാറും എന്ന വലിയ തിരിച്ചറിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയപ്പോ സഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ നിരാശ മാറിപ്പോയി യേശുവേ. അതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കുരിശോടങ്ങ് ചേർത്ത് സമർപ്പിച്ചു. അതെല്ലാം അങ്ങ് കൃപയാക്കി മാറ്റി അനേകം മക്കളിലേക്ക് സഹനങ്ങളെ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കി. എൻ്റെ കർത്താവേ, വലിയ സന്തോഷം ഇപ്പൊ ഞങ്ങൾക്ക്. ഞങ്ങളുടെ വേദനകള്, ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങൾക്കുണ്ടായ പ്രതികൂലങ്ങള്, ഞങ്ങൾക്കുണ്ടായ പ്രതിസന്ധികള്, ഞങ്ങളുടെ രോഗപീഠകള്, ഇതെല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് അതിൻ്റെ സഹനങ്ങളെ അനേകം മക്കൾക്ക് അനുഗ്രഹമാക്കി കൃപയാക്കി മാറ്റാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തു. അനേകം മക്കളത് സാക്ഷ്യപ്പെടുത്തി. ഈശോയെ, നല്ല ദിവ്യകാരുണ്യം, നല്ല ഈശോയെ, ആ വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങൾ നയിച്ചല്ലോ. ഈ സമയം കർത്താവ് ഇതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തീച്ചൂളയിൽ ആ ശദ്രാക്ക്, മെഷാക്ക്, ആ അബദ്നഗോ ആ സഹനത്തിന് തീച്ചൂളയിൽ കടന്നുകൊണ്ട് അങ്ങയെ സ്തുതിച്ചപ്പോൾ അങ്ങ് ഇറങ്ങി വന്ന് ഇടപെട്ടതുപോലെ ഞങ്ങളുടെ സഹനങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ എല്ലാം അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോ അങ്ങ് ഇറങ്ങി വന്ന് അനേകം മക്കളുടെ ജീവിതത്തിൽ അതെല്ലാം കൃപയാക്കി മാറ്റി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാണ്. കർത്താവേ, ഓരോ മേഖലകളിലും അങ്ങ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നയിച്ചു. ശക്തമായ ബോധ്യങ്ങൾ അങ്ങേക്ക് നൽകി, അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ സഹനങ്ങളുടെ മഹത്വം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞങ്ങളുടെ കുരിശിന്റെ വേദനയുടെ ആഴം, എന്തുമാത്രം കൃപയുടെ സാധ്യതകൾ ഉണ്ടെന്ന് അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ കർത്താവെ ഒരു സങ്കടമില്ല. അങ്ങയിൽ ആനന്ദിക്കുവാൻ, അങ്ങയിൽ സന്തോഷിക്കുവാൻ. എന്തൊക്കെ വന്നാലും പൗലോസ്ലീഹ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, ആപത്തോ, പട്ടിണിയോ, വാളോ, ഇതൊക്കെ വന്നേക്കാം. പക്ഷേ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുകയില്ലെന്ന് മാത്രമല്ല, ആ പട്ടിണിയും വാളും വേദനയും സഹനവും ഒക്കെ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് അതിനെ കൃപയാക്കി മാറ്റി അനേകം മക്കൾക്ക് രക്ഷാകരമാക്കി മാറ്റാനുള്ള അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നൽകി. എൻ്റെ പ്രിയ മക്കളെ, അതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്നത് വേദനയില്ലാഞ്ഞിട്ടല്ല, നമ്മൾ സന്തോഷിക്കുന്നത് കുരിശില്ലാഞ്ഞിട്ടല്ല, നമ്മൾ സന്തോഷിക്കുന്നത് സഹനങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെയുണ്ട്, നമുക്ക് വേദനയുണ്ട്. പക്ഷേ അതെല്ലാം കൃപയാക്കി മാറ്റുന്ന കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരിക മാത്രമല്ല, ഈ ദിവസങ്ങളിൽ അത് നമുക്ക് അനുഭവവേദ്യമാക്കി തന്നു. നമുക്കറിയാം, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അനേകം മക്കൾക്ക് കർത്താവിന്റെ കൃപ ലഭിച്ചു, മാനസാന്തരങ്ങൾ സംഭവിച്ചു, അനേകം മക്കൾക്ക് രോഗശാന്തി ലഭിച്ചു. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇടപെട്ടു. പല പ്രശ്നങ്ങളിൽ കർത്താവ് ശക്തി പ്രകടമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോ മക്കളെ, നമ്മുടെ ആരുടെയും ഒരു കണ്ണുനീർത്തുള്ളിയും ഒരു സഹനവും ഒരു വേദനയും കുരിശോട് ചേർത്ത് സമർപ്പിച്ചത്, നമ്മൾ എടുത്ത ഉപവാസം, നമ്മളെടുത്ത ത്യാഗപ്രവൃത്തികൾ, ഇതൊന്നും വൃഥാവിലായി പോകിയിട്ടില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ ശക്തി പ്രകടമാക്കാൻ കർത്താവ് നമ്മെ ഉപകരണങ്ങളാക്കി, കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തു, കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തി. എല്ലാം ഒന്ന് ഓർത്തിയ മക്കളെ, കർത്താവ് നൽകിയ വലിയ ബോധ്യങ്ങള്, ഏത് സഹനത്തിൽ സന്തോഷിക്കാൻ കൃപ നൽകിയത്. സങ്കീർത്തനം 23 നമ്മൾ കാണുന്നുണ്ടല്ലോ, കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല. സങ്കീർത്തകൻ പറയുന്നുണ്ട്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കർത്താവിന്റെ കൂടെയുണ്ട്. ആ വലിയ സാന്നിധ്യത്തില് എല്ലാ സഹനങ്ങളും അനുഗ്രഹമാക്കി മാറ്റി. മാത്രമല്ല, ഇതെല്ലാം തന്നെ, ഈ സഹനങ്ങളും ഈ പ്രതിസന്ധികളും ഈ പ്രതികൂലങ്ങളും ഈ ഒത്തിരി തീവ്രവാദവും ഒത്തിരിയേറെ എതിർപ്പുകളും ഒത്തിരി നശിപ്പിക്കുന്ന പൈശാചികമായ അവസ്ഥകളൊക്കെ നമ്മെ എന്ത് ചെയ്തു മക്കളെ? ഈ ദിവസങ്ങളിൽ നമ്മെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു.
ഈശോയിലേക്ക് അടുപ്പിച്ചു. അതാണ് പൗലോസ്ലീഹ പറഞ്ഞ, മക്കളെ കർത്താവിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ്. ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈ ദിവസങ്ങൾ അതിലേക്ക് നമ്മെ ഒരുക്കിയ, ഇവിടെ ജീവിക്കുമ്പോൾ സഹനുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും തീച്ചോളയുണ്ടെങ്കിലും സിംഹക്കുഴി ഉണ്ടെങ്കിലും കഴുത്തറക്കാൻ വേണ്ടി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ആ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവിൽ സന്തോഷിക്കാൻ കർത്താവ് നമ്മെ ഒരുക്കുകയായിരുന്നു. സ്വർഗത്തിനു വേണ്ടി ആനന്ദിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാൻ ഇന്ന് എല്ലാ കാരണങ്ങളുമുണ്ട്. നമുക്ക് ആനന്ദിക്കാൻ എല്ലാ കാരണങ്ങളുമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. സ്തുതി ചൊല്ലാൻ നമുക്ക് കാരണമുണ്ട്. അതുകൊണ്ട് പ്രിയ മക്കളെ, ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, സഹനത്തിൽ പാടുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ആരാധിക്കാനുള്ള കാരണങ്ങൾ സഹനമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ സമ്പത്തുള്ളത് കൊണ്ടല്ല. പിന്നെയോ എന്താണ് മക്കളെ? ഏത് കഷ്ടതയിലും ഏത് സഹനത്തിലും അത് കൃപയാക്കി മാറ്റുന്ന ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി ആരാധിക്കാനായിട്ട് കാരണങ്ങൾ തന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ അഭിഷേകം ചെയ്ത കർത്താവിന് നന്ദി പറയാം. സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട്, കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിൽ സന്തോഷിച്ച് ആരാധിക്കും മക്കളെ. കൈകളടിച്ച് സന്തോഷത്തോടെ നാളുകൾ നൽകുമവൻ, ഇല്ലായ്മകളെ മാറ്റിത്തരും യേശു മതിയായവൻ. സഹനത്തിൻ നാളുകൾ തീർത്തു തരും, കൃപയുടെ നാളുകൾ നൽകുമവൻ, ഇല്ലായ്മകളെ മാറ്റിത്തരും യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായ മക്കളെ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായ. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തോട് ചേർന്ന്, സ്വർഗീയരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ദൈവമക്കളെ ആരാധിച്ച്, യേശുവിനെ ആരാധിച്ച് നന്ദി പറഞ്ഞ് ആരാധന, നന്ദി, സ്തുതി, മഹത്വം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു,
ആരാധിക്കും മക്കളെ. സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഭാഷാപരമുള്ള മക്കള് ഭാഷാപരത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി, നന്ദി കർത്താവേ. കർത്താവേ, അങ്ങയിൽ സന്തോഷിക്കുവാൻ, അങ്ങയിൽ ആനന്ദിക്കുവാൻ, അങ്ങയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ചുകൊണ്ട് സന്തോഷം ഒരിക്കലും കുറയാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചല്ലോ കർത്താവേ. ഈ 55 ദിവസങ്ങൾ എത്രയോ മഹനീയമായിട്ട് അങ്ങ് ഒരുക്കി. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പല പല പൈശാചികതകൾക്കുമെതിരെ അങ്ങയുടെ നാമത്തിൽ പ്രതികരിക്കാൻ ഷെക്കേന ചാനലിനെ അങ്ങ് ഉയർത്തി. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും മക്കളെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമാക്കി ആവശ്യമറിഞ്ഞ് സ്വർഗത്തിന് നിലവിളി കേട്ട് പ്രത്യുത്തരിക്കാൻ ഈ ഷെക്കേന ചാനലിനെ കർത്താവെ അങ്ങ് അഭിഷേകം ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, സന്തോഷ് ബ്രദറിനെയും ടീം അംഗങ്ങളെയും ചേർന്ന് പ്രവർത്തിക്കുന്ന അനേകം അഭിഷേകം നിറഞ്ഞ മക്കളെയും അങ്ങൊരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഇതുപോലെ തിന്മ അതിപ്രസരിച്ചുകൊണ്ട് പിശാച് ആക്രമിച്ചുകൊണ്ട് അനേകം കുടുംബങ്ങളെ, സഭയെ, പൗരോഹിത്യത്തെ, ഈശോയെ, അങ്ങയുടെ നാമത്തെ പോലും അവഹേളിച്ചുകൊണ്ട്, അങ്ങയുടെ കൂദാശയെ അവഹേളിച്ചുകൊണ്ട് അങ്ങയെ ഇല്ലാതാക്കാനെന്ന പോലെ അതൊന്നും ആർക്കും പറ്റൂല. ശ്രമിക്കുമ്പോ അതിനെതിരെ അങ്ങയുടെ നാമത്തിൽ പ്രതികരിക്കാൻ, അങ്ങയുടെ നാമത്തിൽ ശക്തി പ്രകടമാക്കാൻ അങ്ങ് എടുത്തുയർത്തിയ ഈ അഭിഷേക ചാനലിനെ ഓർത്ത്, അതിനുവേണ്ടി ഈ 55 ദിവസങ്ങൾ അനേക ആയിരങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഈശോയേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ, ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഷെക്കേന ചാനലിനും, ശാലോം ചാനലിനും, ഗുഡ്നസ് ചാനലിനും, മറ്റെല്ലാ ആത്മീയ ചാനലുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈശോയേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഷെക്കേന ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബ്രദറിനും ടീം അംഗങ്ങൾക്കും ഇതിനുവേണ്ട എല്ലാ മേഖലകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടല്ലോ ഈശോയെ. അതിന്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കാരണം അതുപോലെയാണ് അങ്ങ് ഞങ്ങളെ ഈ ചാനലിലൂടെ നയിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ നന്ദി പറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, സ്വർഗത്തിന്റെ വിളിക്ക് പ്രത്യുത്തരമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സത്യമായ വചനം മാറ്റമില്ലാതെ പ്രഘോഷിക്കപ്പെടാൻ, കർത്താവിന്റെ സന്ദേശം, സ്വർഗത്തിന്റെ സന്ദേശം അല്പം പോലും വെള്ളം ചേർക്കാതെ പ്രഘോഷിക്കാൻ അങ്ങ് ഈ 55 ദിവസങ്ങളിലൂടെ പ്രത്യേകമാ വിധത്തില് അങ്ങിടയാക്കി. അതിനങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. റാണിച്ചേച്ചിയെ ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. റാണിച്ചേച്ചിയിലൂടെ അങ്ങ് അമ്മയുടെ വലിയ സന്ദേശങ്ങൾ നൽകി സ്വർഗത്തിന്റെ വലിയ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. വലിയ അഭിഷേകം നിറച്ച് കാലഘട്ടത്തിന്റെ ശക്തിയില് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് നന്ദിയോടെ റാണിച്ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 8:17 ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് റാണിച്ചേച്ചിയെ അഭിഷേകം ചെയ്ത് വലിയ ശക്തമായ ഉപകരണമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുമ്പോ ആ കൃപയിൽ നിലനിൽക്കാനുള്ള അഭിഷേകം റാണിച്ചേച്ചിക്ക് നൽകണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ, ഇനിയും 2-3 ദിവസങ്ങൾ കൂടിയുണ്ട് ഈ റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ്. അങ്ങയുടെ മുമ്പില് അങ്ങ് നൽകിയ കൃപകളെ ഓർത്ത് സന്തോഷിക്കാനും
ആനന്ദിക്കാനും ആഘോഷിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദിനങ്ങൾ, അതെല്ലാം ഓർത്ത് നന്ദി. പനിയുണ്ട്, ഇനി 3 ദിവസം കൂടിയുണ്ട്. മക്കളെ, ശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയെ പങ്കുചേരാം. റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ്. ഈശോയുടെ കൂടെ ആനന്ദിക്കാൻ, ഈശോയുടെ കൂടെ ആഘോഷിക്കാൻ, ഈശോയുടെ കൂടെ ശക്തി സ്വന്തമാക്കാൻ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പോരാ, ജീവനോട്, ഉണർവോട്, വലിയ സ്നേഹത്തോട്, നന്ദിയോട് ഈശോയെ ആരാധന, മഹത്വം, മഹത്വം, സ്തുതി, സ്തുതി, മഹത്വം, 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 ആരാധന, ആരാധന, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ആശീർവദിക്കുകയാണ് ഈ സമയം. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നും കർത്താവിന്റെ കൂടെയായിരിക്കാൻ, കർത്താവിന് തിരുഹൃദയത്തിന്റെ സംരക്ഷണം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ മാത്രം പോരാ മക്കളെ, നമ്മൾ ആ ഹൃദയത്തിൽ എപ്പോഴും ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെ വ്യക്തിപരമായ ഏതെങ്കിലും നിയോഗങ്ങൾ ഈ നന്ദിയുമായിട്ട്, ആരാധനയുമായിട്ട്, ആഘോഷമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, ഭക്ത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ജീവൻ നൽകുമോരപ്പം നീ, ഭക്ത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. Hallelujah, 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 hallelujah. Shri Hallelujah, 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 hallelujah. Shri Hallelujah, Shri Hallelujah, 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 hallelujah. Shri Mateshwara, Shri Hallelujah, 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 hallelujah. Shri Hallelujah, 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 hallelujah. സ്തുതിക്കുന്നവരെ, ക്ഷമിക്കുന്നവരെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, 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 ആരാധന. ഓ പരിശുദ്ധ
പരിശുദ്ധ